നമസ്കാരം. തെന്നിന്ത്യൻ സിനിമാ ലോകത്ത് തന്റേതായ ഇടം നേടിയ താരമാണ് ഉർവശി. ഇന്നും നായികാ പ്രാധാന്യമുള്ള കഥാപാത്രങ്ങൾ തന്നെയാണ് ഉർവശി സ്വീകരിക്കുന്നത്. ഉർവശിയുടെ അന്നത്തെയും ഇന്നത്തെയും ചിത്രങ്ങൾ മലയാളികൾ ഇരു കൈയും നീട്ടിയാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഇപ്പോഴിതാ ഉർവശിയുടെ ഒരു അഭിമുഖമാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത്. ഉർവശിയുടെ എന്നത്തെയും മികച്ച സിനിമകളിൽ ഒന്ന് തന്നെയായിരുന്നു മാളൂട്ടി. ഉർവശി, ജയറാം, ഭരതൻ കോംബോയിൽ പിറന്നതിൽ എന്നേക്കും ക്ലാസിക്കായി നിലനിൽക്കുന്ന സിനിമയാണ് മാളൂട്ടി. ബേബി ഷാമിലി ആയിരുന്നു ഉർവശിയുടെ മകളായി അഭിനയിച്ചത്. കുഴൽക്കിണറിൽ കുട്ടി വീഴുന്ന രംഗങ്ങൾ ചിത്രീകരിച്ച സമയത്തെ നെഞ്ചെടുപ്പ് കൂട്ടുന്ന ഓർമ്മകൾ വീണ്ടും പങ്കുവെക്കുകയാണ് ഇപ്പോൾ ഉർവശി. കുഞ്ഞു മരിച്ചെന്ന് കരുതിയ നിമിഷങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് നടി പറയുന്നു. ഒരു അമ്മയുടെ നിസ്സഹായ അവസ്ഥ മുഴുവനുള്ള സിനിമയായിരുന്നു മാളൂട്ടി. ചേച്ചി ശാലിനിയുടെ പാത പിന്തുടർന്ന് അനിയത്തി ഷാമിലിയും 3 വയസ്സ് മുതൽ അഭിനയിച്ചു തുടങ്ങിയിരുന്നു. അനിയത്തിക്കും ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ ചെയ്യാനുള്ള അവസരം ബാല്യകാലത്ത് തന്നെ ലഭിക്കുകയും ചെയ്തു. ഷാമിലി ബാലതാരമായിരിക്കെ ചെയ്തത് വൻ ഹിറ്റായും പിൽക്കാലത്ത് ക്ലാസിക്കായി മാറിയതുമായ സിനിമയാണ് മാളൂട്ടി. ഉർവശിയുടെയും ജയറാമിന്റെയും മകളുടെ വേഷമാണ് മാളൂട്ടി എന്ന ഭരതൻ സിനിമയിൽ ഷാമിലി ചെയ്തത്. സിനിമയിൽ കുട്ടി കുഴൽക്കിണറിൽ വീഴുന്ന രംഗം സാഹസികമായി ചിത്രീകരിച്ചപ്പോഴുണ്ടായ അനുഭവങ്ങൾ അടുത്തിടെ ഒരു അഭിമുഖത്തിൽ ഉർവശി പങ്കുവച്ചിരുന്നു. കുട്ടി അറിയാതെ ഒരു കുഴിയെടുത്താണ് കുഴൽക്കിണറിൽ വീഴുന്ന രംഗങ്ങൾ ചിത്രീകരിച്ചതെന്നാണ് ഉർവശി പറഞ്ഞത്. കുഴിയിൽ വീണതിന്റെ ഷോക്കിൽ 10 മിനിറ്റോളം ഭയന്നു വിറച്ച് കുട്ടി സ്തംഭിച്ചിരുന്നു പോയെന്നും കുഞ്ഞ് മരിച്ചുപോയെന്ന് പോലും ഒരു നിമിഷം ചിന്തിച്ചുവെന്നും നടി പറഞ്ഞിരുന്നു. കുഞ്ഞ് കിണറിൽ വീഴുന്ന സീൻ എടുക്കുകയാണ്. കമിഴ്ന്ന് വീഴാൻ പറഞ്ഞാൽ കുട്ടി അങ്ങനെയേ ചെയ്യൂ, അത്രയേ അറിയുള്ളൂ. ഒരു കുട്ടിക്ക് ഇടുങ്ങി മാത്രം ഇരിക്കാൻ പറ്റുന്ന കുഴിയാണ് എടുത്തിരിക്കുന്നത്. ഇതിലെങ്ങനെ അവൾ വീഴും, എങ്ങനെ അഭിനയിക്കും? ആ ഷോട്ടിന്റെ സമയത്ത് എന്റെ നെഞ്ചിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അറിയാതെ ഞാൻ ബോധം കെടുന്ന ഷോട്ടുണ്ട്. കൊച്ച് അതിൽ വീഴുമ്പോൾ പരവേശം വെപ്രാളവും വന്നുപോയി. കുഴി എടുത്തതിന് പുറത്ത് ആദ്യം കരിയിലയും പുല്ലുമൊക്കെ ഇട്ട് മറച്ചു. ഈ കുഴി എടുക്കുന്നത് കുട്ടി കാണുകയും ചെയ്തു. അപ്പോൾ ഷോട്ട് എടുക്കുമ്പോൾ അവിടെ എത്തുമ്പോൾ അവൾ അറയ്ക്കും. ഉച്ചവരെ നോക്കിയിട്ടും നടക്കുന്നില്ല. ഉച്ച കഴിഞ്ഞിട്ട് മറ്റൊരിടത്ത് കുഴി എടുത്തു. കുട്ടിയുടെ അച്ഛനും ഉണ്ടായിരുന്നു. ഷോട്ട് എടുക്കവേ കൊച്ചൊരു വീഴ്ച വീണു. പുറകിലിരുന്ന് അലറി വിളിച്ചു പോയി. തലയൊക്കെ കറങ്ങുകയാണ്. കൊച്ചിന്റെ അച്ഛന് ഒരു സ്വർണ്ണ കപ്പെടുത്ത് കയ്യിൽ കൊടുക്കണം. കുഴിയിൽ വീണ ശേഷം കുട്ടിക്ക് അനക്കമില്ല. ഞാൻ നോക്കിയിരിക്കുകയാണ്. പതിയെ എല്ലാവരും കൂടി കുഞ്ഞിനെ മുകളിലേക്ക് എടുത്തു. ജഡം വരുന്ന പോലെയായിരുന്നു. കണ്ണൊക്കെ തുറിച്ചിരുന്നു. ഒരനക്കവുമില്ല. കൊച്ചു മരിച്ചു പോയെന്ന് വിചാരിച്ചു. കണ്ണിൽ ചോരയില്ലാത്ത മഹാപാപികൾ എന്നൊക്കെ പറഞ്ഞ് ഞാൻ എല്ലാവരെയും ചീത്ത പറയുകയാണ്. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ കൊച്ചു കരഞ്ഞു. അയ്യോ, ഇപ്പോഴും അത് പറയുമ്പോൾ നെഞ്ചിടിക്കുകയാണെന്നാണ് ഉർവശി പറഞ്ഞത്. ഇത്രത്തോളം ബുദ്ധിമുട്ടുകൾ ആ സിനിമയ്ക്ക് വേണ്ടി ബേബി ഷാമിലി അനുഭവിച്ചിരുന്നുവെന്ന് പ്രേക്ഷകർ ഇപ്പോഴാണ് അറിഞ്ഞത്. അതിനാൽ പുതിയ അഭിമുഖത്തിലെ ഉർവശിയുടെ വാക്കുകൾ വൈറലായതോടെ 3-4 വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടിയെ വെച്ച് സാഹസിക പരീക്ഷണം നടത്തിയ മാളൂട്ടി സിനിമയുടെ അണിയപ്രവർത്തകർക്കെതിരെ പ്രേക്ഷകർ തിരിഞ്ഞു. ചെറിയ പ്രായത്തിലുണ്ടായ വീഴ്ച കുഞ്ഞിന് നൽകിയ ട്രോമ വലുതായിരിക്കുമെന്നും അന്നത്തെ കാലത്ത് കുട്ടികളുടെ സുരക്ഷയുടെ കാര്യത്തിൽ നിയമം അത്ര കർശനമല്ലാതിരുന്നത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഷൂട്ടിംഗ് സാധ്യമായതെന്നും പ്രേക്ഷകർ കുറിച്ചു. സ്വന്തം മകളെ സിനിമയുടെ വിജയത്തിന് വേണ്ടി ഇത്തരം പരീക്ഷണങ്ങൾക്ക് വിട്ടു നൽകിയതിന് ബേബി ഷാമിലിയുടെ പിതാവിനെ വിമർശിച്ചും ചിലർ രംഗത്തെത്തി. ഉർവശിക്കുള്ള ആകുലത പോലും ആ അച്ഛനുണ്ടായിരുന്നില്ലല്ലോ എന്നും ഇന്നായിരുന്നുവെങ്കിൽ എല്ലാവരും കുടുങ്ങുമായിരുന്നുവെന്നും കമന്റുകളുണ്ട്. സിനിമ കൂടുതൽ റിയലിസ്റ്റിക് ആകണമെങ്കിൽ ഈ രീതിയിലല്ലേ കാര്യങ്ങൾ ചെയ്യേണ്ടത്? വേറെ രീതികൾ ഉപയോഗിക്കുക. കുട്ടി എന്തൊക്കെ ട്രോമകൾ പിന്നീട് അനുഭവിച്ചു കാണും എന്നിങ്ങനെയും കമന്റുകൾ ഉണ്ടായിരുന്നു. അതേസമയം കണ്ടിട്ട് എനിക്ക് ഭയങ്കര പേടിയായ സിനിമയാണത് എന്ന് പറയുന്നുണ്ട്. കാരണം ആ സിനിമയിൽ ഏറെയും സിനിമകൾ ആ കുട്ടിയെ വെച്ചിട്ടാണല്ലോ. ആ കുഞ്ഞിന് അന്ന് 4 വയസ്സേ ഉള്ളൂ. ആ സിനിമയുടെ ഷൂട്ടിങ്ങിൽ ബ്രേക്ക് വരുമ്പോഴെല്ലാം കുഞ്ഞിന് അതിന്റെ അച്ഛൻ അഞ്ജലി എന്ന സിനിമയ്ക്ക് വേണ്ടിയുള്ള റിഹേഴ്സൽ കൊടുക്കുന്നത് കാണാമായിരുന്നു. ബുദ്ധിയില്ലാത്ത ഒരു കുഞ്ഞ്. ഒന്നാമതേ അത് വളരെ കുഞ്ഞാണ്. അഞ്ജലി സിനിമയുടെ സമാനതയുള്ള ഒരു സിനിമ വീഡിയോ കാസറ്റ് ഇട്ട് കാണിച്ചിട്ടാണ് പെർഫോം ചെയ്യാൻ ആ കുട്ടിയെ അദ്ദേഹം ട്രെയിൻ ചെയ്യിക്കുന്നത്. അത് നമുക്ക് മനസ്സിലാകും. ആ കുട്ടി ഇടയ്ക്ക് ഓരോന്ന് പ്രാക്ടീസ് ചെയ്യുന്നതും കാണാം. അതുപോലെ കുഴൽക്കിണറിൽ വരുന്ന സീൻ ഷൂട്ട് നടന്ന സമയത്ത് ഓടി വന്ന് കമിഴ്ന്ന് വീഴണമെന്ന് പറഞ്ഞാൽ കുട്ടി ഓടി വന്ന് വീണ് ചെയ്യും. പക്ഷേ മാളൂട്ടിയിൽ എടുത്തിരിക്കുന്നത് ഒരു കുട്ടിക്ക് വീഴാൻ മാത്രം പാകത്തിനുള്ള ഒരു ഇടുങ്ങിയ കുഴിയാണ്. ഇതിലെങ്ങനെ ആ കുട്ടി വീഴും, അഭിനയിക്കുമെന്നൊക്കെ ചിന്തിച്ചു പോയിരുന്നു. ആ ഷോട്ട് എടുക്കുന്നത് കാണുമ്പോൾ എന്റെ നെഞ്ചിടിക്കുകയായിരുന്നു ഉർവശി പറയുന്നുണ്ട്. കുട്ടി എങ്ങനെ വീഴും, കുഴിക്കുള്ളിൽ വീണാൽ എങ്ങനെ എടുക്കും എന്നൊക്കെയുള്ള ടെൻഷനുമായിരുന്നു എനിക്ക്. സീനിൽ അഭിനയിക്കുമ്പോൾ പോലും ആ ടെൻഷൻ എന്റെ മുഖത്തുണ്ടായിരുന്നു. അറിയാതെ ബോധം കെടുന്ന സീനുണ്ട് സിനിമയിൽ. അത് അഭിനയിച്ചതല്ല. ഇതെല്ലാം കണ്ട് ബോധം കെടുന്ന അവസ്ഥയിലായിരുന്നു ഞാൻ. കുട്ടി കുഴിയിൽ വീഴുകയാണല്ലോ എന്ന് ഓർത്തുള്ള പരവേശവും വെപ്രാളവുമായിരുന്നു എനിക്ക്. കുഴൽക്കിണറിൽ വീഴുന്ന സീൻ എടുക്കാനായി ഒരു കുഴി ആദ്യം കുത്തി അതിൽ കരിയില എല്ലാം ഇട്ട് മൂടി വെച്ചു. ആ കുഴി എവിടെയാണെന്ന് കുട്ടി കണ്ടു. അതുകൊണ്ട് തന്നെ ഷോട്ട് എടുക്കുന്ന സമയത്ത് ഓടി വന്നാലും കുഴിയുടെ അടുത്ത് എത്തുമ്പോൾ കുട്ടി കോൺഷ്യസ് ആവുന്നു, വീഴുന്നുമില്ല. അങ്ങനെ ഒരുപാട് ടേക്ക് ആയപ്പോൾ കുട്ടിയെ
അറിയിക്കാതെയാണ് മറ്റൊരു കുഴിയെടുത്ത് അവിടെ വെച്ച് ഷൂട്ട് ചെയ്തത്. കുഞ്ഞിന്റെ അച്ഛനെയും കൂടി ഉൾപ്പെടുത്തിയാണ് ഇവർ ഇതെല്ലാം പ്ലാൻ ചെയ്തത്. അങ്ങനെ കുട്ടി കുഴിയിലേക്ക് വീണു. ആ രംഗം കണ്ടതും ഞാൻ പിറകിലിരുന്ന് നിലവിളിയായിരുന്നു. തലയൊക്കെ കറങ്ങുന്നത് പോലെ തോന്നി. ആ കുഞ്ഞിന്റെ അച്ഛന് ഒരു സ്വർണ്ണക്കപ്പ് എടുത്ത് കയ്യിൽ കൊടുക്കേണ്ടത് തന്നെയാണ്. ആ സിനിമ നന്നാവാൻ വേണ്ടി ആ മനുഷ്യൻ ചെയ്ത ത്യാഗം അത്രത്തോളമാണ്. കുഴിയിലേക്ക് വീണ ശേഷം കുഞ്ഞ് കുറച്ചു സമയത്തേക്ക് അനങ്ങിയില്ല. കുഞ്ഞിനെ പുറത്തെടുത്തു. ജഡം വരുന്ന പോലെയായിരുന്നു അപ്പോൾ കുഞ്ഞ്. കണ്ണ് തുറപ്പിച്ച് ഇരിക്കുകയാണ്, ഒരു അനക്കവുമില്ല. കുഞ്ഞ് മരിച്ചെന്ന് ഞാൻ കരുതി, പ്രാർത്ഥിക്കുകയായിരുന്നു. എല്ലാവരെയും ഞാൻ ചീത്ത വിളിച്ചു. കുഞ്ഞിനെ കൊണ്ടുവന്ന് ശരീരത്തിലൊക്കെ തടവി വെള്ളം തളിച്ച് 10 മിനിറ്റ് കഴിഞ്ഞ ശേഷമാണ് അതൊന്ന് കരഞ്ഞതെന്നും ഉർവശി ഓർത്തെടുത്തു. അതേസമയം തന്നെ മകൾ തേജലക്ഷ്മിയുടെ സിനിമാ സ്വപ്നങ്ങളെക്കുറിച്ച് നടി അഭിമുഖത്തിൽ സംസാരിക്കുകയുണ്ടായി. മകൾക്ക് അഭിനയ രംഗത്തേക്ക് കടന്നു വരാൻ വലിയ ആഗ്രഹം പണ്ട് തൊട്ടേ ഉണ്ടായിരുന്നെന്ന് ഉർവശി പറയുന്നുണ്ട്. കുഞ്ഞാറ്റ സിനിമയിലേക്ക് വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതാണ്. അച്ചുവിന്റെ അമ്മയിലെ ഡയലോഗ് എനിക്ക് പോലും ഓർമ്മയില്ല. അത് അവൾ ഡബ് സ്മാഷ് ചെയ്യുന്നത് കണ്ടപ്പോൾ ഇവൾ കോമഡി നന്നായി ചെയ്യുമെന്ന് വിചാരിച്ചു. ഈ രംഗത്തേക്ക് തന്നെ വരുമെന്ന് അറിയാമായിരുന്നു. ഞാൻ കൂടുതൽ പ്രൊമോട്ട് ചെയ്തില്ല. എന്റെ ഭർത്താവിനാണ് വീഡിയോ ചെയ്ത് അയക്കുക. ഉഗ്രനാണെന്ന് അദ്ദേഹം പറയും. ഞാൻ കണ്ടതായി ഭാവിക്കില്ല. കോമഡിയിലേക്കാണ് അവളുടെ ലക്ഷ്യം. നീ പഠിച്ചിട്ട് ശമ്പളം കിട്ടുന്ന ജോലി കണ്ടെത്തിയ ശേഷം മാത്രം അഭിനയം മതിയെന്ന് ഞാൻ പറഞ്ഞു. ശിവൻ ചേട്ടനുമായാണ് മുഴുവൻ പറച്ചിൽ. അവസാനമായപ്പോൾ അവളുടെ സുഹൃത്തുക്കൾ പറയാൻ തുടങ്ങി, അമ്മയ്ക്ക് 14 വയസ്സായപ്പോൾ സിനിമയിലേക്ക് വരാമല്ലോ, നിനക്ക് എന്താണ് പ്രശ്നം, അമ്മയ്ക്ക് നിന്നോട് കുശുമ്പാണോ എന്നെല്ലാം അവർ ചോദിച്ചു. അങ്ങനെയാണ് മകൾ സിനിമാ രംഗത്തേക്ക് വരുന്നതെന്നും ഉർവശി പറയുന്നു. സുന്ദരിയായവൾ സ്റ്റെല്ല എന്ന സിനിമയിലൂടെ അഭിനയ രംഗത്തേക്ക് കടന്നു വരികയാണ് തേജലക്ഷ്മി. അമ്മയെ പോലെ നല്ല നടിയായി തേജലക്ഷ്മി അറിയപ്പെടും എന്നാണ് പ്രേക്ഷകരുടെ പ്രതീക്ഷ. ഉർവശിക്ക് മുൻ ഭർത്താവ് മനോജ് കെ ജയനിൽ പിറന്ന മകളാണ് തേജലക്ഷ്മി. മകളുടെ ജനനം തനിക്ക് മറക്കാനാവില്ലെന്നാണ് ഉർവശി ഒരിക്കൽ പറഞ്ഞത്. എന്റെ കുഞ്ഞിന്റെ ജനനമാണ് ജീവിതത്തിൽ ഏറ്റവും സുഖമുള്ള ഓർമ്മ. കുഞ്ഞിന്റെ മുഖം ആദ്യമായി കാണുമ്പോൾ അമ്മയ്ക്ക് ഉണ്ടാകുന്ന വികാരത്തിന്റെ ഉദാഹരണങ്ങൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ കേട്ട് കൊണ്ടിരിക്കുകയല്ലാതെ അതിന്റെ ആഴം നിശ്ചയിക്കാൻ നമുക്ക് പറ്റില്ല. ശരിക്കും ജീവിതത്തിൽ ആ വികാരം ഞാൻ അനുഭവിച്ചറിഞ്ഞു. ആ വേദന പിന്നെ മനസ്സിലാകില്ല. ഏതുറക്കത്തിലും മനസ്സിൽ മായാത്ത സ്മരണ കുഞ്ഞിനെ ആദ്യം കണ്ട നിമിഷമാണെന്നും ഉർവശി അന്ന് പറഞ്ഞു. അമ്മ സങ്കല്പത്തോടുള്ള ആർത്തി കൊണ്ടാണ് ഞാൻ കല്യാണം കഴിച്ചതെന്നും ഉർവശി ഒരിക്കൽ പറഞ്ഞിരുന്നു. മകളോട് തനിക്കുള്ള വാത്സല്യത്തെക്കുറിച്ചും അന്ന് ഉർവശി സംസാരിച്ചു. എനിക്കത് മാത്രമായിരുന്നു വേണ്ടത്. എനിക്ക് എന്റെ കുഞ്ഞിനെ വേണം. ആ സ്വാർത്ഥതയ്ക്കാണ് ഞാൻ കല്യാണം കഴിച്ചത്. മകളെ കുളിപ്പിച്ചതും അവളുടെ വസ്ത്രങ്ങൾ കഴുകിയതുമെല്ലാം ഞാനാണ്. വേറൊരാൾ അതൊന്നും ചെയ്യരുതെന്നും ഉണ്ടായിരുന്നു. 2 മക്കൾ പിറന്നപ്പോഴും അങ്ങനെയാണ്. ഞാൻ തന്നെ കഴുകി ഉണക്കിയിടും, അല്ലെങ്കിൽ ചേട്ടൻ കഴുകി ഉണക്കിയിടും. കാരണം അവർക്ക് അറപ്പ് തോന്നാൻ പാടില്ലെന്ന് തനിക്ക് തോന്നിയെന്നും ഉർവശി പറയുകയുണ്ടായി.